കടുത്ത പോരാട്ടം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ച് ഇക്കുറി പിടിച്ചെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കി തിരിച്ചുപിടിക്കുവാൻ കോൺഗ്രസ് തയ്യാറെടുത്ത് നിൽക്കുന്ന വടകരയിൽ കെ ശൈലജ എന്ന ദേശീയ മുഖമുള്ള ഇടതുപക്ഷ നേതാവിനെ കളത്തിലിറക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും ആര് വിജയിച്ചാലും വിജയമുണ്ടാകുക എന്ന സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കെ ശൈലജയാണോ അതോ ഷാഫി പറമ്പിലാണോ വടകരയെ ഇനി വരുന്ന ദിവസങ്ങളിൽ നയിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുവാൻ കഴിയാത്ത സർവേ ഫലങ്ങളുമുണ്ട്. എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ പല രീതിയിലും എതിർ സ്ഥാനാർത്ഥിയെ നിലംപരിശാക്കുവാൻ കഴിയുന്ന എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് വടകരയുടെ മണ്ണിൽ UDFും LDFും. വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വന്നപ്പോൾ അവിടെ TP ചന്ദ്രശേഖരൻ എന്ന ഇടതുപക്ഷം 51 വെട്ടുവെട്ടിക്കൊന്ന RMPയുടെ TP ചന്ദ്രശേഖരനെ മുൻപിൽ നിർത്തിക്കൊണ്ടായിരുന്നു പ്രചരണ പരിപാടികൾ കോൺഗ്രസ് നയിച്ചത്. ഒടുവിൽ ബോംബ് സ്ഫോടനം കൂടി നടന്നപ്പോഴേക്കും ഇടതുപക്ഷം ഇപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ മുഖമുള്ള പാർട്ടിയാണെന്ന് തെളിയിക്കുന്ന പ്രചരണ പരിപാടികളുമായി ഷാഫി പറമ്പിൽ രംഗത്തിറങ്ങി. അങ്ങനെ ഷാഫി പറമ്പിലിനെതിരെ ശക്തമായ ഒരു ആരോപണവും മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഇല്ലാതിരുന്ന ശൈലജ ടീച്ചർക്ക് ഒരാരോപണം വീണ് കിട്ടി. കെ ശൈലജ എന്ന ശൈലജ ടീച്ചറിനെതിരെ മോർഫ് ചെയ്ത വീഡിയോയിലൂടെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള വീഡിയോ അദ്ദേഹം പ്രചരിപ്പിച്ചു എന്ന തരത്തിലേക്ക് ആരോപണമുയർത്തുകയും പരാതി നൽകുകയും ചെയ്തു കെ ശൈലജ. എന്നാൽ താൻ അത്തരത്തിൽ ഒരു വീഡിയോയും മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുവാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എനിക്കറിയാവുന്ന ആരോടും അത്തരത്തിൽ ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ വരണമെന്നും അദ്ദേഹം തീർത്തും പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും മോർഫ് ചെയ്ത വീഡിയോയും മറ്റും ആരും കാണാതെ വന്നപ്പോൾ ആർക്കും അത്തരത്തിലൊരു വീഡിയോയെപ്പറ്റി ധാരണയില്ലാതെ വന്നപ്പോൾ ചോദ്യങ്ങൾ ഉയരുവാൻ തുടങ്ങി. ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ചോദ്യത്തെ കാര്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു. അങ്ങനെ ചോദ്യം മാധ്യമങ്ങളും ഏറ്റെടുത്തു. കെ ശൈലജ ടീച്ചർ ഉടനെ പത്രസമ്മേളനം വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് തിരുത്തി പറയുകയും ചെയ്യുന്നു. വീഡിയോ പ്രചരണമായിരുന്നില്ല നടന്നത്, പകരം പോസ്റ്ററിൽ മോർഫിംഗ് ആയിരുന്നു നടന്നതെന്ന് അവർ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. വീഡിയോയുടെ ചോദിക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്റെ പത്രസമ്മേളനം കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിന്റെ തല മാറ്റിയിട്ട് എന്റെ തല ഒട്ടിച്ചിട്ട് വികൃതമായി കൊടുത്തിട്ടുണ്ടെന്നാ. എന്തായാലും ആദ്യം വീഡിയോ എന്ന് പറഞ്ഞ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ പറയുന്നത് മോർഫ് ചെയ്ത പോസ്റ്ററാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്നാണ്. ഇതേ തുടർന്ന് ഷാഫി പറമ്പിൽ നിയമപരമായ നടപടികൾക്ക് തുടക്കം കുറിക്കുവാൻ പോവുകയാണ്. തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ഇടതുപക്ഷ നേതൃത്വത്തിനുമെതിരെ ശക്തമായ രീതിയിൽ നിയമപോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. 1.5 ആഴ്ച തന്നെ വ്യക്തിഹത്യ ചെയ്തവർ തന്നോട് മാപ്പ് പറയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ കെ ശൈലജയ്ക്കെതിരെ അത്തരത്തിലൊരു വീഡിയോ ഇറങ്ങാത്തതിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴും പറയുന്നത് അത്തരത്തിൽ ആരെങ്കിലും ഒരു വീഡിയോയോ പോസ്റ്ററോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ്സുകാരോ UDF പ്രവർത്തകരോ താനോ അത്തരത്തിലൊന്നും തന്നെ ചെയ്യില്ല എന്ന് വ്യക്തമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ഇതിനെതിരെ മറുപടി പറയുന്ന കെ ശൈലജ ടീച്ചർ പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഇതിൽ നിന്ന് ഊരിപ്പോകണ്ടേ, അതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരമുള്ള മറുപടികൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകുന്നതെന്നാണ് കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, കെ ശൈലജ ടീച്ചർ പറഞ്ഞ വീഡിയോ എവിടെയും ഇറങ്ങിയിട്ടില്ല, ആരുടെയും പക്കലുമില്ല. ആകെയുള്ളത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ മാത്രമാണെന്നും അവർ വ്യക്തമാക്കുന്നു. ഇനി അറിയേണ്ടത് ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇറങ്ങി എന്ന വാർത്ത തെറ്റാണ് എന്ന് തിരുത്തപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ പോസ്റ്ററുകൾ തനിക്കെതിരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് UDF നേതാവും സംഘങ്ങളും നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്ന നിലവിലുള്ള കെ ശൈലജ ടീച്ചറുടെ പരാതി ആരോപണം കുറച്ചുകൂടി കാര്യമായി വടകരയിൽ കത്തുകയാണ് എങ്കിൽ ആർക്കനുകൂലമായി ആയിരിക്കും ഇവയെല്ലാം വോട്ടായി മാറുക എന്നാണ് വലിയ ചോദ്യമായി നിൽക്കുന്നത്. അതിൽ UDF പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തി തങ്ങളുടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ബോധ്യമുണ്ടായപ്പോൾ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ കളത്തിലിറക്കി പ്രചരണം നടത്താൻ ശ്രമിക്കുന്നു. ഈസി വാക്ക് ഓവറായിരിക്കും വടകരയിൽ കെ ശൈലജയ്ക്ക് എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഭയന്ന് വിറച്ച് പേടിച്ചോടിയത് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കളത്തിലിറക്കിയതെന്ന് UDF പ്രവർത്തകർ പറയുന്നു. എന്നാൽ അതും കൊണ്ടും ഫലം കാണില്ല എന്ന് ബോധ്യപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികർ, നേതാക്കന്മാർ ഷാഫി പറമ്പിൽ എന്ന യുവാക്കളുടെ മുഖമായ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ UDFിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിക്കെതിരെ
രൂക്ഷമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനും ഇപ്പോൾ അടിത്തറയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ വീഡിയോയുടെയും പോസ്റ്ററുകളുടെയും എല്ലാം വാദങ്ങളും ആരോപണങ്ങളും എല്ലാം കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം വടകരയിൽ ഉണ്ടാക്കുമെന്നും അത് ഷാഫി പറമ്പലിന്റെ വിജയത്തിലേക്ക് മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിലേക്കും അവസരമായി മാറുമെന്നാണ് UDF അംഗങ്ങളും നേതാക്കന്മാരും പറയുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മുഖമായി നിലനിൽക്കുന്ന KK ശൈലജ ടീച്ചറിനെതിരെ, ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ മോശമായ ഒരു ആരോപണം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച UDFനെ കാര്യമായ രീതിയിൽ വടകരയിലെ ജനത നേരിടുമെന്നും ഷാഫി പറമ്പലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് KK ശൈലജ ടീച്ചറിനെ ലോക്സഭയിലേക്ക് വടകരയുടെ ശബ്ദമായി പറഞ്ഞയക്കുമെന്നുമാണ് LDFിൻ്റെ നേതാക്കന്മാർ അറിയിക്കുന്നത്. എന്തായാലും ദിവസങ്ങളിനി ഒരുപാടില്ല. ഏപ്രിൽ 26-ാം തീയതി ബൂത്തുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ പോകുന്ന വോട്ടർമാർ, വടകരയിലെ വോട്ടർമാർ ഇതിൽ ഏത് വിശ്വസിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആരെ വിശ്വസിക്കുന്നുവോ അവർക്ക് വിജയത്തിലകമണിയുവാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും ഫലം വരുമ്പോൾ അറിയാം ആരുടെ വ്യാജനായിരുന്നു, ആരുടെ സത്യമായിരുന്നു എന്ന്.